നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബറിൽ ഇസ്രായേലി സേന ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് നസറുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന അതിൻ്റെ സീനിയർ നേതാവും അതിൻ്റെ മിലിറ്റൻ്റ് ലീഡറും പൊളിറ്റിക്കൽ ലീഡറും ഒക്കെ ആയിരുന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത്. അതിന് ഏകദേശം ഒരാഴ്ച മുമ്പാണ് അതിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡർ സെഫുദ്ദീൻ അയാൾ കൊല്ലപ്പെടുന്നു. ഇവരെല്ലാം ഷിയ മിലിറ്റൻ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ ഒരു ചടങ്ങ് നടന്നു. അതായത് ഫ്യൂണറൽ സർവീസ്. ബെയ്റൂട്ട് വലിയൊരു സ്റ്റേഡിയത്തിൽ ഏകദേശം 10,000-ലധികം ആളുകൾ തിങ്ങി നിറഞ്ഞ അവിടെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ആ സന്ദർഭത്തിൽ അതിങ്ങോട്ട് ആ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് ഇസ്രായേലിൻ്റെ 7ഓളം ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഏറ്റവും ലോ ആയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പറന്നു. F-35 ഉണ്ട്, F-14 ഉണ്ട്. തുടർന്ന് എയർക്രാഫ്റ്റിൽ ഗ്രൂപ്പായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സോളോ ഫ്ലൈങ് നടത്തി. പേടിച്ച് വരണ്ടു പോയി ഈ 10,000 പേര്. അതിനകത്ത് വളരെയധികം ഇറാൻ്റെ സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസ് ഉണ്ട്, ഡിപ്ലോമാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇറാൻ പട്ടാളത്തിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അതിനകത്തെ സീനിയറായിട്ടുള്ള പട്ടാളക്കാരും സീനിയർ ഒഫീഷ്യൽസും അവരെല്ലാം ഈ ശബ്ദം കേട്ടിട്ട്, അതായത് നിങ്ങൾ നോക്കുക, ഗാർഡിയൻ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഈ ഇറാൻ്റെ സീനിയർ ഓഫീഷ്യൽസ് പട്ടാളക്കാരും ഈ പറയുന്ന ഡിപ്ലോമാറ്റ്സും പെട്ടെന്ന് ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് ഓടിയങ്ങ് കയറി. കാരണം ബോംബ് ഇടാൻ പോവുകയെന്ന് ഭയന്ന്. മനസ്സിലാക്കുക, ഹിസ്ബുള്ള, ഹമാസ്, ഇറാനിയൻ ഫാനുകളെ എത്രയാണ് ഇവരുടെ ഭയം എത്രയാണെന്ന് നോക്കുക. എത്രമാത്രം ഭയത്തിലാണ് അവർ ജീവിക്കുന്നത്. ഫ്ലൈറ്റ് ഒരു ചെറിയൊരു വിരട്ടൽ മാത്രമേ നടത്തിയുള്ളൂ. അതായത് ബെയ്റൂട്ടിൻ്റെ ചില ഭാഗങ്ങളിൽ, ലെബനൻ്റെ ചില ഭാഗങ്ങളിൽ അവർ അറ്റാക്ക് നടത്തി. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇതുവഴി ഒന്ന് ഫ്ലൈ ചെയ്തു. അതായത് ഈ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ കൂടെ. അതായത് ഇസ്രായേലി ഗവൺമെൻറ് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരതിൻ്റെ മുകളിൽ കൂടെ ഫ്ലൈ ചെയ്തു. പ്രധാന ഉദ്ദേശം അതല്ല, ഇന്ന ഭാഗത്ത് പോയി അറ്റാക്ക് ചെയ്തിട്ടാണ് അവർ ഫ്ലൈ ചെയ്യുന്നത്. ഭയന്നു പോയി. ആ വീഡിയോ ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അത്രമാത്രം ഭയത്തിലാണ് അവർ ജീവിക്കുന്നത് മനസ്സിലാക്കേണ്ടത്. അവരെയാണ് ഭയങ്കര സംഭവമായിട്ട് ഈ കേരളത്തിലെ ചില സുഡാപ്പി മീഡിയകളും ചില യൂട്യൂബ് ചാനലും സാറ്റലൈറ്റ് ചാനലും വലിയ സംഭവമായിട്ട് പറയുന്നത്. ഭയന്നിരിക്കും. ഒരാൾ കൊല്ലപ്പെടുന്നു. 5 മാസത്തിന് ശേഷമാണ് അയാളുടെ ബോഡി പോലും ഫ്യൂണറൽ നടത്തിയിട്ട് ശവസംസ്കാരം നടത്തുന്ന പരിപാടിയിൽ പോലും ഇവർക്ക് പേടിയാണ്. ആ സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി അടുത്ത സംഭവം എന്തോ, ലെബനനും ഇസ്രായേലുമായിട്ട് സീസ് ഫയർ ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലി സേന തെക്കൻ ലെബനിൽ നിന്നും മാറണം എന്ന് ലെബനൻ അഡ്മിനിസ്ട്രേഷനും ഈ ഹിസ്ബുള്ളയുടെ ചില നേതാക്കളും പറഞ്ഞു. ഇസ്രായേലി സേന കൃത്യമായിട്ട് പറഞ്ഞു, അമേരിക്കയും പറഞ്ഞു, ഇസ്രായേലി സേന തെക്കൻ ലെബനനിൽ സ്ട്രാറ്റജിക്കായിട്ടുള്ള പൊസിഷനിൽ നിന്നും മാറുകയില്ല. അവരവിടെ നിലയുറപ്പിക്കും. അവർ വീണ്ടും കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് വീണ്ടും അവിടെ കയറാൻ ശ്രമിച്ചവരെ മുഴുവൻ അറ്റാക്ക് ചെയ്ത് ഓടിച്ചു. അതായത് ഈ പറയുന്ന യുണൈറ്റഡ് നേഷനുമായിട്ട് നേരത്തെ ഉണ്ടാക്കിയ കരാർ, ആ കരാറ് പൂർണ്ണമായിട്ട് നടപ്പിൽ വരുത്താതെ, അത് എത്രയോ കിലോമീറ്റർ ദൂരെ മാറുകയെ അതിൻ്റെ ആ സൈഡ് മുഴുവനും ഇസ്രായേലി സേനയായിരിക്കും സെക്യൂരിറ്റി, അതായത് മുഴുവൻ ഉണ്ടാകുന്നത്. അതായത് പഴയ പോലെ ഉണ്ടാകാൻ പറ്റില്ല. അത് മുഴുവനും പാലിക്കുന്നിടം വരെ ഇസ്രായേലി സേന ഈ തെക്കൻ ലെബനൻ്റെ അകത്ത് മുഴുവനും ക്യാപ്ചർ ചെയ്യും. അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇനി തെക്കൻ ലെബനൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഭാഗമായിരിക്കും. അതൊരു കാരണവശാലും ലെബനൻ എന്ന് പറയുന്ന രാജ്യത്ത് തിരിച്ചു കൊടുക്കില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സീസ് ഫയർ കഴിഞ്ഞിട്ട് പോലും സമ്മതിച്ചിട്ടില്ല. ഇസ്രായേലി സേന അവിടെ ക്യാപ്ചർ ചെയ്യുക മാത്രമല്ല, അവിടെ എയർബേസ് പണിതു. ഇസ്രായേലിൻ്റെ ഏകദേശം 14,000-ഓളം സൈനികർ ഈ തെക്കൻ ലെബനിൽ ക്യാമ്പ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്ത് തിരിച്ചാരും വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവിടുന്ന് പോയവർ ഏകദേശം 12 ലക്ഷത്തോളം പേരാണ് അവിടുന്ന് ഡിസ്പ്ലേസ്ഡായി മാറി ഇസ്രായേൽ അറ്റാക്ക് ചെയ്തപ്പോൾ. ഓരോ വീടുകൾ ഉൾപ്പെടെയാണ് ഇവർ അരിച്ചു പറക്കിയത്. അവിടെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ളയുടെ മുഴുവൻ സാധനങ്ങൾ ഇവർ നശിപ്പിച്ച് കളഞ്ഞു. അവിടെയുള്ള ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ മുഴുവനും ലെബനൻ്റെ
വടക്കൻ ഭാഗത്തോട്ട്, ആ ഭാഗത്തോട്ട് അവരങ്ങ് പോയി. കുറച്ച് പേര് സിറിയയിലോട്ട് പോയി. അവരോട് ഇസ്രായേൽ സേന, ഇസ്രായേലി ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തെക്കൻ ലെബനിൽ വരാൻ ശ്രമിക്കരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫയർ ചെയ്യും. ഇത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഞങ്ങളുടെ ബേസ് ഉണ്ട്, ഇതിൻ്റെ സെക്യൂരിറ്റി ഞങ്ങളായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവിടുത്തെ പോലീസും അവിടെ സംഭവം, അതായത് തെക്കൻ ലെവലിലുള്ള ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനായിട്ടുള്ള ഓഫീസുകൾ ഉൾപ്പെടെ ഒരു ദൂരമാക്കി. അതായത് പൂർണ്ണമായിട്ട് തെക്കൻ ലെബനൻ എന്ന് പറയുന്ന സീസ് ഫയറിന് ശേഷവും ഇസ്രായേലി കസ്റ്റഡിയിൽ പോയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, തെക്കൻ ലെബനൻ ഒരു കാരണവശാലും ലെബനന് വിട്ടുകൊടുക്കില്ല. കാരണം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ബിബ്ലിക്കൽ സിറ്റീസൊക്കെ ഉണ്ട് ഈ തെക്കൻ ലെബനനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിന് തിരിച്ചു കൊടുക്കില്ല, അത് ഇസ്രായേലിൻ്റെ ഭാഗമായിരിക്കും. അതിനേക്കാൾ ഉപരി ഒരു കാരണവശാലും ഹിസ്ബുള്ളയെ അംഗീകരിക്കാൻ ലെബനൻ അംഗീകരിക്കുകയാണെങ്കിൽ അവരുമായിട്ട് യുദ്ധം നിർത്തുന്ന ഒരു പരിപാടിയില്ലെന്ന് ഇസ്രായേൽ അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ഇതേപോലെയുള്ള ഫ്യൂണറലുമായിട്ട് ബന്ധപ്പെട്ട് ബെയ്റൂട്ട് സ്റ്റേഡിയത്തിൽ ഇത്രയും പേര് ഒന്നിച്ചു കൂടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. ഈ ഫ്യൂണറൽ സർവീസിന് ലെബനൻ ഗവൺമെൻറ്റിൻ്റെ ഒരാൾ പോലും പങ്കെടുത്തില്ല, ഭയന്നിട്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നേരത്തെയുള്ള ലെബനൻ ഗവൺമെൻറ് പൂർണ്ണമായിട്ട് ഇവരുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് നസറുള്ളയായിരുന്നു അതിൻ്റെ മേജറായിട്ടുള്ള പോളിസി മേക്കറും പരിപാടികളൊക്കെ, കാരണം ഷിയ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവർക്ക് ഇപ്രാവശ്യം പഴയതിനേക്കാളും സീറ്റുകൾ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഇപ്പം ഭരിക്കുന്ന ലെബനീസ് ഗവൺമെൻറ്റിന് ഈ പറയുന്ന ഈ ഹിസ്ബുള്ളയുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല, കാരണം ഇൻ്റർനാഷണൽ പ്രഷർ. അതേപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങൾ വരെ സഹായിക്കുന്ന മറ്റ് പല, കാരണം സാമ്പത്തികമായിട്ട് തകർന്നിടിഞ്ഞ ഒരു രാജ്യമായി മാറി ലെബനൻ. ഈ ലെബനൻ്റെ ഒരു സംഭവമുണ്ട്, ഒരു കാലത്ത് എന്തുവായിരുന്നു ഈ രാജ്യം. ആ രാജ്യം മുഴുവനും നശിച്ചത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന കാത്തലിക്സിൻ്റെ പോപ്പ് പറഞ്ഞ ശേഷം അവിടെ ഈ പറയുന്ന ഷിയ ഈ ആൾക്കാരെയും മുസ്ലിങ്ങളെയും മുഴുവനും അവിടെ കുടിയേറ്റക്കാരായിട്ട് അസൈര്യമായിട്ട് കയറ്റുകയും പിന്നീടാണ് ഇതിൻ്റെ ഭരണം മുഴുവനും നാശക്കോടാലിയായിട്ട് സാമ്പത്തികമായിട്ട് ഈ രാജ്യം തകർന്നു പോകുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഒരു സമയത്ത് അറിയപ്പെടുന്നത്, മിഡിൽ ഈസ്റ്റിലെ സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു ഈ ലെബനനെ അറിയപ്പെടുന്നത്. അതേപോലെ വെതറും ഫാമിങ്ങും പരിപാടി എല്ലാം സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു. ആ രാജ്യം കോളമായി നാശമായി അവസാനം ഈ പറയുന്ന മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ഭരിക്കുന്ന രീതിയിലോട്ട് മാറി. അതിനെ മാറ്റിയെടുക്കുവാൻ വേണ്ടി തന്നെയാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തെക്കൻ ലെബനൻ അവർ പറയും ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും, ഞങ്ങൾ ആ ഭാഗത്തെ മാറ്റിയെടുത്തോളാം. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. അവർ ഇസ്രായേലിലോട്ട് തിരിച്ചു വരുന്ന ജൂയിഷ് കമ്മ്യൂണിറ്റി, മറ്റുള്ള ക്രിസ്ത്യൻസിനെ, അതായത് മെസ്സിയാനിക് ജൂസ്, അവരെ മുഴുവൻ ലെബനനിലോട്ടാണ് പുതിയ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഗ്ലോബലായിട്ടുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി ഇത്ര $1 ബില്യൺ ഇസ്രായേൽ ഭരിക്കുന്ന ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞേക്കുന്നത് ഈ ലെബനൻ എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വേണ്ടി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. വരാൻ പോകുന്ന 5 വർഷത്തിനുള്ള തെക്കൻ ലെബനൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സംഭവമായിട്ട് അങ്ങ് മാറും. അതായത് ടെററിസം ഒന്നും ഇല്ലാത്തൊരു സംഭവമായിട്ട് മാറും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് പല രീതിയിൽ നടക്കുന്നത്. ഈ സമയത്ത് ലെബനീസ് അവിടെ നടക്കുന്ന ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടന്ന ഈ ഹിസ്ബുള്ളയുടെ സംഭവത്തെ അവർ തന്നെ ഇപ്പോൾ ഇസ്രായേലിന് ഭയമായി മാറി. ഹിസ്ബുള്ളയ്ക്കും അവരെ സപ്പോർട്ട്, അതൊരു കാരണവശാലും ഇസ്രായേലാണെങ്കിൽ അമേരിക്കയാണ്, മറ്റ് ലോകരാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല. അതായത് കേരളത്തിലെ സുഡാപ്പികൾക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതായത് തെക്കൻ ലെബനൻ ഇസ്രായേലിൻ്റെ കയ്യിലായി. അതിനെ മുന്നോട്ട് പോയി അംഗീകരിക്കുവാൻ ഈ പറയുന്ന ഹമാസ് കാണിച്ച വിഡ്ഢിത്തരം, ഒരു രാജ്യം, അതേപോലെ സിറിയ ഇല്ലാതായി, ലെബനിലില്ലാതായി, ഈ പാലസ്തീൻ ഇല്ലാതായി, ഗാസ ഇല്ലാതായി, ഇതേപോലെ പൊട്ടത്തരം കാണിച്ചതിൻ്റെ പേരിൽ ഈ രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായി. ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഇമാർ വെറും പൊട്ടന്മാരാണ്, ഇമാർക്ക് ബോധമില്ല, അതിൻ്റേതാണ് ഓരോന്ന് കാണിക്കുന്നത്. അവസാനം ഇമാർ പേടിച്ച് വിറച്ചാണ് നടക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഹിസ്ബുള്ളയെ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് 2 ദിവസം മുമ്പ് ഈ അവരുണ്ടായിരുന്ന പേജർ ബോംബ് പൊട്ടി, ഈ പല ആൾക്കാരും പിന്നെ സ്റ്റീൽ സാധനം വെച്ച് സ്വർഗത്തിലോട്ട് ഹൂറുകളെ കൊണ്ടുപോകുന്ന സ്ഥിതിയിലോട്ടായി. കാരണം ആർക്കും ഇതില്ല. എത്രയോ പേരാ കൊല്ലപ്പെട്ടതെന്നറിയോ. അതേപോലെ തന്നെ മുഴുവൻ അടിച്ചങ്ങ് ഒതുക്കി. ഹിസ്ബുള്ള എന്ന് പറഞ്ഞ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചരിത്രമായി മാറി. അതായത് ഇറാൻ പണ്ട് ചെയ്തുണ്ടാക്കിയ ഹിസ്ബുള്ള മിലിറ്റൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്കിന്നും ഭയമാണ്, എപ്പോഴാണിത് വീണ് ചാവാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ മേളിൽ കൂടെ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലായി എത്രമാത്രമാണ് ഇവർക്ക് ഭയം. ആ ഭയം തന്നെയാണ്, ആ ഭയം നിലനിന്നാൽ മാത്രമേ ഈ ഭീകര പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ നിന്നും പോകാൻ സാധ്യതയുള്ളൂ.